ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നല്ല ട്രേഡൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല. ബാക്കിയുള്ളതൊക്കെ അറഞ്ചം പുറഞ്ചം SL അടിക്കുന്നതായതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നുമില്ല. ഞാൻ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇന്ന് മോർണിംഗ് നല്ല ഡേ ആയിരുന്നു മോർണിംഗ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിഫ്റ്റിയിൽ ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കുറച്ച് ആൾക്കാരങ്ങനെ ട്രാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രീവിയസ് ഡേ ലോ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ആൾക്കാരെ ട്രാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം സെയിം ടൈം ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ നിഫ്റ്റിയിൽ എൻ്റർ ചെയ്തു. അപ്പോൾ സെയിം ടൈമിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരെണ്ണം എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഈ ഡേയ്സ് ഹൈ ഇല്ലേ, ഈ ഫസ്റ്റത്തെ ക്യാൻഡലിൻ്റെ ഹൈയിലെത്തിയപ്പോൾ ഒരു റിജക്ഷൻ വരുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ അവിടെ എക്സിറ്റ് ചെയ്ത് അവിടുന്ന് നല്ലോണം താഴത്തേക്ക് വന്നു. പിന്നെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് പിന്നെ മുകളിലേക്ക് പോയത്. അപ്പോൾ രാവിലത്തെ ഫസ്റ്റത്തെ ട്രേഡിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രേഡ് ചെയ്യണില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് പിന്നെയും കണ്ടു. ഇവിടെ ഇങ്ങനെ രണ്ടാമത് വന്ന് ഹൈ ബ്രേക്ക് ചെയ്തു, റിജക്ഷൻ വന്നു. മൂന്നാമത് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, താഴത്തേക്കുള്ളൊരു ട്രേഡ് എടുത്തു. ഈ റെഡ് ക്യാൻഡലിൻ്റെ അടിയിലൊക്കെ ആയിട്ട് താഴത്തേക്കുള്ളൊരു ട്രേഡ് എടുത്തു. അത് താഴത്തേക്ക് വന്നില്ല, അത് തിരിച്ചു വന്ന് മുകളിലേക്ക് SL അടിച്ചു. അപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്തല്ല. അപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ആൾക്കാർ SL കൂടി റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടി താഴത്തേക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്ന് ഈ റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒന്നും കൂടി എൻ്റർ ചെയ്തു. അപ്പോൾ അതും കുറച്ച് താഴെ വന്നു. പിന്നെ അതും മുകളിൽ തന്നെ പോയി. അതും ഈ ലോ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഇതും തിരിച്ചു മുകളിലേക്ക് പോയത്. സെയിം ടൈമിൽ തന്നെ ഇവിടെയും നിഫ്റ്റിയിലും അതുപോലെ തന്നെ ഈ ലോ ബ്രേക്ക് ചെയ്തു. ജസ്റ്റ് ഒന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ട് സെല്ലിനെ ട്രാപ്പ് ചെയ്ത് തിരിച്ചു മുകളിലേക്ക് പോയി. പിന്നെ എനിക്കൊരു കൺഫർമേഷൻ ആയില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ കിട്ടി. ഇതിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെൻഡ് ലൈനിൽ എത്തുമ്പോൾ ബയേഴ്സ് വരുന്നുണ്ട്, തിരിച്ച് ബയേഴ്സ് വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തതിൻ്റെ ശേഷം റീടെസ്റ്റ് പോലെ വന്നിട്ട് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് കുറേ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പക്ഷേ മാർക്കറ്റ് അപ്പോഴും മുകളിൽ തന്നെ പോകുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. നല്ലൊരു ശരിക്ക് സെല്ലേഴ്സ് എൻ്റർ ചെയ്യണ പോലെ ഈ ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്യണ പോലെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതിൻ്റെ അടിയിലൊന്ന് എൻ്റർ ചെയ്തു. ഇവിടുന്ന് കുറച്ച് മുകളിൽ പോയി ഈ ഒരു റീട്രേസ്മെൻ്റ് ഒക്കെ വന്നപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ എൻ്റർ ചെയ്തു. ഒരു ലോങ് പൊസിഷൻ ഇവിടെ എൻ്റർ ചെയ്ത് ചെറിയൊരു SLും വെച്ച് ഞാൻ ഇരുന്നു. ഇവിടെയൊക്കെ എൻ്റർ ചെയ്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. സെയിം ടൈം നിഫ്റ്റിയിലും അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു പൊസിഷൻ ഇവിടെ ഈ ഏരിയയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഹൈൻ്റെ മുകളിലുള്ളതൊന്നും പ്രോപ്പറായിട്ട് SL ഒന്നും റിമൂവ് ആയിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു റെസിസ്റ്റൻ്റ് എടുത്ത് ആൾക്കാരെ കൊണ്ട് ഇവിടെ വന്ന് റെസിസ്റ്റൻ്റ് എടുത്ത് താഴത്തേക്ക് വരുന്നു എന്നുള്ളൊരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഈ ഒരു സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റർ ചെയ്യാൻ നോക്കിയതാണ്. ഈ ബ്രേക്കൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷോർട്ട് കവറിങ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു. പക്ഷേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റിയിൽ കുറേ പെട്ടെന്ന് ബ്രേക്കൗട്ട് വന്നു. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലൊക്കെ കണ്ടോ, ഈ ഒരു ക്യാൻഡിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1357 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇത് ബ്രേക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ബാങ്ക് നിഫ്റ്റി കുറച്ചിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന കണ്ടു നോക്കുമ്പോൾ ഞാൻ എന്തായാലും ഫുൾ കോൺഫിഡൻസിൽ ഒരു 45-60 ക്വാണ്ടിറ്റി ഒക്കെ 45 ക്വാണ്ടിറ്റി എടുത്തല്ല, 30 ക്വാണ്ടിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഒന്നും കൂടി ആവറേജ് ചെയ്ത് ഒരു ക്വാണ്ടിറ്റി എക്സ്ട്രാ ആഡ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ ഒറ്റ ക്വാണ്ടിറ്റി തന്നെ ഉള്ളൂ, അത് വെച്ചിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ ഓവറോള് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ലോസൊക്കെ വന്നത് ഒരു 1600. രാവിലെ തന്നെ ഒരു 4K 5K സംതിങ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് SL അടിച്ചടിച്ച് കുറച്ച് പോയി. പിന്നെ ലാസ്റ്റത്തെ ഷോർട്ട് കവറിങ്ങിൽ കുറച്ച് നല്ല മൊമെൻറ്റം കിട്ടിയപ്പോൾ അതങ്ങ് റിക്കവർ ചെയ്തു.
എന്തായാലും ഓവറോളൊരു 6927, ഒരു 75 രൂപയും കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7000 റേറ്റ് ഇടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും നിൽക്കുന്നില്ല, കാരണം ഇന്നിപ്പോൾ ഓൾറെഡി കുറേ ട്രേഡായി. ഞാൻ ഇതിൻ്റെ ഇടയിൽ SL അടിച്ചടിച്ചടിച്ച് അങ്ങോട്ടും അടി ഇങ്ങോട്ടും അടി പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇത് റിക്കവർ ആയപ്പോൾ ഞാൻ അങ്ങ് നിർത്തി. എന്താ പിന്നെ ഇവിടെ വന്ന് കറക്റ്റ് എനിക്ക് ഈ ഒരു ഹൈയിൽ തന്നെ എനിക്ക് എക്സിറ്റും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സിങ്ങിൻ്റെ ആയിരുന്നു ഞാൻ ഇത് വെച്ചിരുന്നത്, ഹൈറ്റ് ലോ ആയിരുന്നു വെച്ചിരുന്നത്. അത് കറക്റ്റ് ആ ഒരു 2 വരെ എത്തിയപ്പോൾ ഞാൻ അങ്ങ് എക്സിറ്റ് ചെയ്തു. സെയിം തിങ് ഇവിടെയും നിഫ്റ്റിയിലും ഈ ഒരു സ്വിങ് ഞാൻ എടുത്തു. എന്നിട്ട് അത് കറക്റ്റ് 2 എത്തിയപ്പോൾ ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തു. ആ പ്രോഫിറ്റാണ് ഈ 8K പ്ലസ് ഈ 3 കിട്ടിയത്. ബാക്കിയൊക്കെ രാവിലെ സിയിലും കോളിലും അത്യാവശ്യം ലോസ് വന്നിട്ട്, കാരണം കോളിൽ മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞതും തിരിച്ച് താഴത്തേക്ക് വന്ന് എക്സിറ്റ് SL അടിച്ചപ്പോൾ കോളും പുട്ടും 2 സൈഡിലും ചെറിയ ലോസ് ഉണ്ട്. പക്ഷെ അതൊക്കെ റിക്കവർ ചെയ്ത് 2 വലിയ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ സെറ്റായി. സത്യം പറഞ്ഞാൽ രാവിലത്തെ ട്രേഡ് കഴിഞ്ഞപ്പോൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ ഇരുന്നത്. പക്ഷേ അത് ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ വരുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പോകുമെന്ന് വിചാരിച്ചു. പിന്നെ കൺസോളിഡേഷൻ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. എന്തായാലും ഇത് ബ്രേക്കൗട്ട് വരുമ്പോൾ ബോൾക്കോ താഴത്തേക്കോ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നല്ലൊരു ഷോർട്ട് കവറിങ് വരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് എന്തായാലും മുകളിലേക്ക് തന്നെ വന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡ് ന്യൂസ്. ഇത് എന്താ പറയുക, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചം SL അടിക്കുന്ന വീഡിയോ ആവും അത്. അതുകൊണ്ട് പിന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും ട്രേഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ GG ബോയ്സ്.